നമസ്കാരം. നമസ്കാരം. കേരള ഗവൺമെൻറ്റിൻ്റെ മൊത്തം എന്താ പറയുക, ഒരു പരിധി വരെ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പിടിച്ചു കുലുക്കിയ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഇപ്പോൾ മുമ്പോട്ട് വരുന്നത്. ഒരു സ്വകാര്യ മാധ്യമ ചാനൽ മുൻ മന്ത്രിയും മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയായിട്ട് നടത്തിയ അവർ നടത്തിയ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായി അവർ കെ കൃഷ്ണൻകുട്ടിയെ കാണുന്നു. കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് അന്ന് അട്ടപ്പാടിയിൽ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കി എന്നുള്ളതും അതിൽ വലിയ തരത്തിലുള്ള അഴിമതി നടത്തപ്പെട്ടു എന്നുള്ളതും അത് നിലവിലുള്ള സർക്കാർ അന്വേഷിക്കണം എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ സ്ഥലം പറയുന്നത് അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടിയിൽ സൈലൻറ്റ് വാലിയിൽ ഇപ്പം ഞാൻ മണ്ണാർക്കാട്ടുകാരാണ്. എൻ്റെ നാട്ടിൽ പെട്ടൊരു സ്ഥലമാണ് ഈ പറയപ്പെട്ട പോലെ അട്ടപ്പാടി. അപ്പം ഇന്ന് വരെ കേരളത്തിൽ ജനങ്ങൾ കാണാത്ത, ഒരുപക്ഷെ ഞാൻ പോലും കാണാത്ത പല സ്ഥലങ്ങളാണ്. നമുക്കങ്ങനെ പെട്ടെന്ന് പെർമിഷൻ കിട്ടുന്നല്ലേ അട്ടപ്പാടിയിലെ ഊരുകളിലോട്ട് പോകാൻ, നമ്മൾ ഊര് എന്ന് പറയാറുള്ളത്. അപ്പം അത്തരത്തിലുള്ള പല എന്താ പറയുക സ്ഥലങ്ങൾ നമ്മൾ ഇന്നേ വരെ കാണാത്ത, അല്ലെങ്കിൽ അവർ പുറം ലോകമായിട്ട് അവർക്കൊരു ബന്ധമില്ലാത്ത പല സ്ഥലങ്ങളും അവിടെ ഉണ്ട് ഊരിൽ. അപ്പം അത്തരത്തിലുള്ള ആരും കാണാത്ത വിജനമായ സ്ഥലങ്ങൾ ഇത്തരത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും ആ വിഷയത്തിൽ നിലവിൽ സംസ്ഥാന സർക്കാർ അന്വേഷിക്കണം എന്നാണ് JDSൻ്റെ മുൻ അതേപോലെ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രി കൂടിയായിരുന്ന കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു വെക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയതെന്ന് എനിക്കല്ലാതെ, കാരണം അദ്ദേഹം മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ കാലത്തോ അല്ലെങ്കിൽ പിൽക്കാലത്ത് പിന്നെ 2021 ശേഷവും അവരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി നടന്നുപോയ ഒരു മന്ത്രിസഭയായിരുന്നു പിണറായി വിജയൻ്റെ 2021 മന്ത്രിസഭ. അപ്പം ഇത്തരത്തിൽ എന്താ പറയുക, വലിയ തരത്തിൽ കഴിഞ്ഞ സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്ന വലിയ തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ ഇല്ലാണ്ട് അദ്ദേഹം പറയില്ല. എന്താണ് സാറിന് ഈ വിഷയത്തിൽ തോന്നുന്നത്? ഇത് ഇപ്പോൾ കൃഷ്ണൻകുട്ടി പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുത നമ്മൾ പരിശോധിക്കുമ്പോൾ ആദിവാസി ക്ഷേമത്തിന് വേണ്ടി മാറി മാറി വരുന്ന പല സർക്കാരുകളും പല രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളുണ്ട്, കേന്ദ്രത്തിൻ്റെ പല പദ്ധതികൾ തന്നെ ഒരുപാട് ഫണ്ട് മാറ്റി വെക്കുന്നത് ഈ പറഞ്ഞ പോലെ ആദിവാസി ട്രൈബൽ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ സുൽത്താൻ ബത്തേരി, വയനാട് ഭാഗങ്ങളിൽ അവിടെയുണ്ട് കുറച്ച് ആദിവാസി കുടുംബങ്ങൾ. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ എനിക്ക് കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. പല തവണ ഞാൻ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ പോകാൻ സാധിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചകത്തേക്ക് പോകണം. ഇവരുടെ ഊരുകളിൽ പല ഊരുകളിൽ നിന്നൊക്കെ നമുക്ക് സാധാരണക്കാരന് ചെല്ലാനൊക്കെ വിലക്കുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പല ഇടങ്ങളിലും ചെല്ലാവുന്ന ഇടങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായി നിന്ന് പോകും. കാരണം നമ്മൾ പലപ്പോഴും സിനിമകളിലൊക്കെ ചിത്രീകരിക്കപ്പെട്ടേക്കുന്ന രീതിയിലുള്ള സെറ്റിട്ടേക്കണാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രത്തോളം ദയനീയമായ രീതിയിലുള്ള കുടിലുകളൊക്കെ കെട്ടി അവർ താമസിക്കുന്നു. അപ്പോൾ അന്നത്തെ ഒരു ദിവസം കുറച്ച് മഴയുള്ള സമയമാണ്. മഴ പെയ്തപ്പോൾ ഈ കുടിലിൻ്റെ താഴെ കൂടിയൊക്കെ ഇപ്പോൾ നമ്മൾ മുറ്റം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സ്ഥലത്തേക്ക് നല്ല വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് ഒഴുകി പോകണം. അവരിങ്ങനെ അവരുടെ ആ കുടിലിൻ്റെ ഇറയം എന്ന് പറയാനില്ല, അവിടെ ഇരിക്കുന്നവർ അങ്ങനെ അവർ ചിലർ മുറുക്കുന്നുണ്ട്. അങ്ങനെ പല ആളുകളും നമ്മൾ കാണുമ്പോൾ എന്താ ഭക്ഷണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കാട്ടിൽ കിട്ടുന്ന വിഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ റേഷനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും മനസ്സിലായത്. റേഷനൊക്കെ ഉണ്ട്, കിലോമീറ്ററോളം ദൂരെ പോകണം റേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. അത് ഒരിക്കൽ പോയി വാങ്ങിക്കാമെന്ന് വെച്ച് തന്നെ ചെല്ലുമ്പോൾ ഇതില്ല എന്നൊക്കെ പറയും. പലപ്പോഴും അരി കിട്ടിയാലായി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ കൃത്യമായിട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇതൊക്കെ അവിടെ എത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്തിക്കുന്നു എന്നുള്ളതിൻ്റെ മറവിൽ വലിയ വലിയ അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ഇത് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് പറയാൻ കാരണം നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷ ഒരിക്കൽ ഇത്തരം ഈ ആദിവാസി കോളനികളൊക്കെ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, 1 ലിറ്റർ മണ്ണെണ്ണയും ഒരു 5 കിലോ അരിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ സന്തോഷം കാണണമായിരുന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിലെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം വെളിച്ചമാണ്. ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ അവർക്ക് ഇരുട്ടാണ്. അപ്പോൾ നമ്മളെക്കാൾ ഉപരി അവർ ഇരുട്ടിനെയും ഒക്കെ തരണം ചെയ്യാൻ അവർ പഠിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും രാത്രി കുറ്റിരുട്ടാണ്. അറിയാലോ, വനത്തിലെ ഇരുട്ടെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞാൽ പിന്നെ സൂര്യപ്രകാശം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ അവർ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലേക്കാണ് അവർ കഴിഞ്ഞു കൂടുന്നത്. അപ്പോൾ അവിടെ അന്ന് അവർക്ക് കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒരു കുടുംബത്തിന് 1 ലിറ്റർ മണ്ണെണ്ണയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നാണ് അന്ന് ജസ്റ്റിസ് കമൽ പാഷയൊക്കെ വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. ഈ പാലക്കാട് അട്ടപ്പാടി ആദിവാസി കോളനിയിൽ കോലറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഈ സോളാർ വിൻഡ് ഹൈബ്രിഡ് സിസ്റ്റം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഴിമതി നടന്നതെന്നാണ് ഇപ്പോൾ കൃഷ്ണൻകുട്ടി പറഞ്ഞു വരുന്നത്. വയനാട് മേപ്പാടി ദുരന്തമുണ്ടായ സ്ഥലത്തൊക്കെ ഇവരിങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ സോളാർ വിൻഡ് സ്ഥാപിച്ചതിലൂടെയാണ് അവർ വൈദ്യുതി അവിടെ ലഭ്യമാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ കാറ്റിൽ നിന്നും ഈ സൂര്യപ്രകാശത്തിൽ നിന്നും
വൈദ്യുതി ഉൽപ്പാദിക്കുന്നത് രണ്ടും കൂടി സമന്വയിപ്പിച്ചിട്ട് സോളാർ വിൻഡ് ഹൈബ്രിഡ് സിസ്റ്റമാണ് അവരവിടെ സ്ഥാപിച്ചിരുന്നത്. ഇത് വയനാട് മേപ്പാടിയിൽ സ്ഥാപിച്ചപ്പോൾ അതിന് ഏതാണ്ട് 2.5 ലക്ഷം രൂപയാണ് അന്ന് ചെലവെഴുതിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ആദിവാസി ഈ കേന്ദ്രമായ നമ്മുടെ അട്ടപ്പാടിയിൽ അത് 2 താഴേക്കുടി മേലേക്കുടി. അപ്പോൾ താഴേക്കുടിയിൽ സ്ഥാപിച്ച വലിയ കുഴപ്പമില്ലാണ്ടത് പോകണ്ടെന്ന് മന്ത്രി പറയുന്നുണ്ട്. അത്യാവശ്യം വെളിച്ചമൊക്കെ അവിടെയുണ്ട്. പക്ഷേ മേലേക്കുടിയിൽ വലിയ ശോകമാണ് അവസ്ഥ. എന്നാൽ ഇതിന് 5.5 ലക്ഷം രൂപ വീതമാണ് ഒരു വീടിന് ഇത് ഈ പദ്ധതിയിലൂടെ വെളിച്ചെത്തിക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചതെന്ന് പറയുമ്പോൾ അവിടെ അനേക കുടുംബങ്ങൾക്ക് വേണ്ടി ഇത് ചിലവഴിച്ചു. അത്രയും പണം നഷ്ടപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. ഈ സോളാർ വിൻഡ് ഹൈബ്രിഡ് സിസ്റ്റം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ആ സ്വകാര്യ ചാനൽ അവിടെ നടത്തിയ ആ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലൂടെ അവർ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അവിടെ നമുക്കത് കാണാം. പലപ്പോഴും അത് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ നിലകൊള്ളുന്നുണ്ട്. ഇത് ശരിയായ രീതിയിൽ ആവശ്യമായ വസ്തുതകളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടോ, ഇത് വീടുകളിലേക്ക് ലിങ്ക് ചെയ്തേക്കുന്നത് ശരിയായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും ഈ കോലറയിൽ താഴേക്കുടി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അത്യാവശ്യം അവർക്ക് വെളിച്ചം ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ മേലേക്കുടിയിൽ വലിയ ബുദ്ധിമുട്ടാണ്, അവിടെ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി റിപ്പോർട്ട് ചെയ്തേക്കണേ. ഇതിന് കൃത്യമായൊരു നടപടി വേണം എന്ന് ഈ കൃഷ്ണൻകുട്ടി മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുമ്പോൾ അതിലുള്ള എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഒരു അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് അന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജ്യോതിലാലാണ് ഇത് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത്. അഴിമതി നടന്നിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ അത് കൃത്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് മന്ത്രി സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിലൊരു അന്വേഷണം മാറി വന്ന വി ഡി സതീശൻ സർക്കാർ നടത്തണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് കൃത്യമായി പിണറായി വിജയനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ്, പിണറായി വിജയൻ്റെ കാലത്ത് നടന്നിരിക്കുന്ന ഒരു അഴിമതി എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് ഉന്നം വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കൂട്ടിവെച്ച് ആലോചിക്കുമ്പോൾ ഈ സാധനം ചെന്നെത്തുന്നത് ഒന്ന് അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഈ സാധനം നടന്നത്. ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ടേമിന് ശേഷമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷമായിരിക്കും ഒരു പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും. പക്ഷേ അപ്പോഴും വരുന്നത് പിണറായി വിജയൻ സർക്കാരിനെ. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വൈദ്യുതി വകുപ്പായിരുന്ന, അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൻ്റെ ഉന്നത പദവിയിൽ സ്വീകരിച്ച കൈകാര്യം ചെയ്തിരുന്ന അതേ മന്ത്രി തന്നെ, മുഖ്യമന്ത്രി തന്നെയായിരുന്നു പിൽക്കാലത്ത് 2021 വീണ്ടും മന്ത്രിയാവുന്നത്. അപ്പം അദ്ദേഹത്തിലോട്ട് തന്നെയാണ് ഈ സാധനം വിരൽ ചൂണ്ടുന്നത് എന്നുള്ള സാധനം വളരെ കൃത്യമാണ്. അല്ല, ഇതിൽ കണ്ടെത്തേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് തൊട്ട് മുമ്പ് മാത്യു ടി തോമസുമായി ബന്ധപ്പെട്ടൊരു വിവാദത്തിന് കൃഷ്ണൻകുട്ടി തിരികൊളുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അത് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ തന്നെയാണ് അന്ന് പുറത്തു വന്നിരുന്നത്. മാത്യു ടി തോമസിനെ ഒരു അഴിമതി ആരോപണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. അന്ന് ആ സമയത്ത് കൃഷ്ണൻകുട്ടി പറഞ്ഞത് എനിക്ക് അങ്ങനെ പറഞ്ഞതായി ഓർമ്മയില്ല, അത് AIയുടെയൊക്കെ കാലമാണല്ലോ, എൻ്റെ ശബ്ദം തന്നെയാണോ എന്നറിയില്ല എന്നുള്ളതാണ് അന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് മുഖത്ത് നിൽക്കുന്ന സമയത്ത് പോലും ഇടതുപക്ഷ മുന്നണിക്ക് വലിയ ക്ഷീണം ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്ന വലിയൊരു അഴിമതി, ഒരു കുടുംബത്തിന് 5.5 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഈ സോളാർ വിൻഡ് സ്ഥാപിക്കുന്നതിന് ചിലവഴിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആദിവാസി ആ ഊരിൽ 2 ഊരിലായിട്ട്, താഴേക്കുടിയിലും മേലേക്കുടിയിലായിട്ട് ഏതാണ്ട് 10-100 കുടുംബങ്ങളുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. പലയിടങ്ങളിലായിട്ട് അവർ ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു നിവാസികളാണ് അവർ. അപ്പോൾ അത്രത്തോളം പണം അവിടെ ചിലവഴിച്ചിട്ട് ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് ഈ അഴിമതി നടന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായ ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. മാത്രമല്ല, ഇപ്പോൾ KCB സംബന്ധിച്ചിടത്തോളം കൊടുങ്കാട്ടിലൂടെ, ഭവാസ് സൂചിപ്പിച്ചല്ലോ, ഭവാസ് പരിസരവാസിയാണ്, കൊടുങ്കാട്ടിലൂടെ കിലോമീറ്ററുകളോളം നടന്നിട്ട് വേണം ഇവരുടെ വീട്ടിലേക്ക് എത്താമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് KCBയുടെ കണക്ഷൻ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലയിൽ പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സോളാർ വിൻഡ് സിസ്റ്റം അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇവിടെ കാറ്റിൻ്റെ ഗതിയുടെയും സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടാതെ, അത്തരത്തിലുള്ളൊരു അന്വേഷണമോ പഠനമോ നടക്കാതെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി, അതായത് ആദിവാസികളുടെ ക്ഷേമത്തിനും പുനരുദ്ധാരണത്തിനൊക്കെ വേണ്ടി സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന ഓരോ പദ്ധതിയുടെയും പൈസ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു അഴിമതി തന്നെയാണ് എന്നുള്ളതാണ് കൃഷ്ണൻകുട്ടി ഇതിലൂടെ പറയുന്നത്. ഇത് അന്വേഷിക്കണം, വി ഡി സതീശൻ സർക്കാർ ഇത് അന്വേഷിക്കണം, ഇതിൽ അഴിമതി പുറത്തു കൊണ്ടുവരണം എന്നുകൂടി കൃഷ്ണൻകുട്ടി ചേർത്ത് പറയുമ്പോൾ അത് ഒരു സംശയവുമില്ല, പിണറായി വിജയൻ എന്ന മുൻകാല മുഖ്യമന്ത്രിയുടെ കാലത്ത് നടന്ന ഈ അഴിമതി അന്വേഷിക്കണം. അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന നാട്ടുനടപ്പനുസരിച്ച് എന്ത് തരത്തിലുള്ള പദ്ധതി വിഹിതം നടപ്പാക്കിയാലും, പിണറായി വിജയൻ്റെ കാലത്ത് എവിടെയും എന്ത് പദ്ധതി സർക്കാർ തലത്തിൽ നടപ്പാക്കിയാലും അതിൻ്റെ ഒരു അംശം പിണറായി
പിണറായി വിജയന് കിട്ടും, സീസറിനുള്ളത് സീസറിന് എന്നുള്ള രീതിയിൽ പിണറായി അത് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള അഴിമതി നടന്നതിനും പിണറായി വിജയൻ്റെ കൈയുണ്ട് എന്ന് വ്യംഗ്യമായി കൃഷ്ണൻകുട്ടി സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ സംശയിക്കാൻ. എന്തായാലും സമഗ്രമായൊരു അന്വേഷണം നടക്കേണ്ടത് തന്നെയാണ്. അത് വി.ഡി. സതീശൻ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. ആദിവാസി ക്ഷേമത്തിനും ആദിവാസികളുടെ പുനരുദ്ധാരണത്തിനും എല്ലാം കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന സർക്കാരാണ് തൻ്റേതെന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.